നാറാണത്ത് ഭ്രാന്തിനു ശേഷം എത്രയോ ലക്ഷം ആളുകൾ അനേക കാലങ്ങളിൽ ഈ കുന്ന് കയറി വന്നിട്ടുണ്ടെങ്കിലും പിന്നീടെപ്പോഴെങ്കിലും സകലകലാധി നായികയായ സാക്ഷാൽ പരാശക്തിയുടെ ദർശനം ലഭിച്ചു എന്ന് നമുക്ക് പറയാമെങ്കിൽ അങ്ങനെ ഒരാളാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. സാക്ഷാൽ ഭ്രാന്തന്റെ ദർശനവും അനുഗ്രഹവും ലഭിച്ച ഒരാൾ. ഭ്രാന്തനെ പോലെ തന്നെ കലയുടെ, സ്നേഹത്തിന്റെ, സമർപ്പണത്തിന്റെ കുന്ന് കല്ലുരുട്ടി കയറ്റി അത് കൈവിട്ട് കളഞ്ഞ ഒരാൾ. സമൂഹം ഭ്രാന്തനായി പോലും ചിത്രീകരിച്ച ഒരാൾ. ഭ്രാന്തന് വേണ്ടി സമർപ്പിക്കപ്പെട്ട 1.5 വർഷത്തെ കലാജീവിതം കൊണ്ടാണ് സുരേന്ദ്രകൃഷ്ണൻ എന്ന ഈ നാട്ടുകാരനായ ശില്പി ഈ കാണപ്പെടുന്ന അതിമനോഹരമായ ഭ്രാന്തന്റെ ശില്പം, ഭ്രാന്തന്റെ വ്യക്തിത്വം കടഞ്ഞെടുത്ത ശില്പം ഈ കുന്നിൻ പുറത്ത് സ്ഥാപിച്ചത്. സുരേന്ദ്രകൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട്. അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ, ക്ലേശങ്ങളിലൂടെ കടന്നുപോയ സുരേന്ദ്രകൃഷ്ണനോട് ആ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഭ്രാന്തൻ കുന്നിന്റെ മുകളിൽ പിന്നീടൊരു ഇതിഹാസം പോലെ ഉണ്ടായ പ്രവർത്തനമാണ് ഈ ശില്പനിർമ്മാണം. എന്താണ് അതിന്റെ ഒരു ആനന്ദാനുഭവം? അതിന്റെ ക്ലേശങ്ങൾക്കുള്ളിലുണ്ടായിരുന്ന ഈ കുന്നിൻപുറത്തെ ഋതുപകർച്ചകളിലൂടെ ജീവിച്ചു തീർത്ത ആ ശില്പ നിർമ്മാണ കാലഘട്ടം ഒന്ന് പറയാമോ? അതായത് എന്റെ ജീവിതത്തില് ഒരു ജന്മം ജനിച്ച് ജീവിച്ചു ഞാൻ ഈ മലയുടെ മുകളിൽ. ഇവിടുത്തെ ഋതുഭേദങ്ങളും എന്തായാലും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിട്ടും വലിയൊരു നേട്ടമായിട്ടും ഞാൻ അതിനെ കാണുന്നു. ഇങ്ങനെ ഒരു ഭ്രാന്തന്റെ ശില്പം ചെയ്യാൻ ദൈവം തന്നെ നിയോഗിച്ചു എന്നുള്ളതിൽ ഭയങ്കരധികം സംതൃപ്തിയുണ്ട്. പിന്നെ ഭ്രാന്ത് പിടിച്ചു മരിച്ചുപോയി എന്നൊക്കെ പല സംസാരങ്ങളും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായാലും അതൊക്കെ വലിയൊരു അംഗീകാരമായിട്ട് ഞാനത് ഏറ്റുവാങ്ങി. പിന്നെ ഇവിടുത്തെ ഋതുഭേദം എന്ന് പറഞ്ഞാൽ ഞാൻ മഴക്കാലത്ത് വരുമ്പോൾ നല്ല മഴ പെയ്യണമെങ്കിൽ ആ സമയത്ത് ആ വർഷം നല്ല മഴ ഉണ്ടായ ഇതാണ്. തൊട്ടക്കുന്നിൽ ഉരുൾപൊട്ടലും ഇതൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സമയം. ഇവിടെ വരുന്ന സമയത്ത് മഴയണിച്ചാൽ ഞാനും ഈ കണ്ണെത്താത്ത ഒരു ഭൂമി വട്ടവും മാത്രമേ കാണുള്ളൂ. ആ സമയത്ത് ഞാനിത് ഒരു അനുഭൂതിയായിട്ട് ഞാനിങ്ങനെ ഈ ഒരു ചെറിയൊരു ഭൂഗോളത്തിന്റെ മുകളിൽ ഞാൻ മാത്രമായിട്ട് സങ്കല്പിച്ച് ഇങ്ങനെ പോണെന്നുള്ള അനുഭവം. അതേപോലെ മഞ്ഞ് മൂടിയ സമയമാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് ആകെ മഞ്ഞായിട്ടുണ്ടാവും. അവിടെ നോക്കിയാൽ ശില്പമൊന്നും കാണാത്ത അപ്പം മഞ്ഞിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ മേഘങ്ങളുടെ ഇടയിൽ കൂടെ നടന്നു പോണ അനുഭവം. അനവധി പ്രയാസങ്ങൾ പല പ്രാവശ്യം വീണിട്ടുണ്ട്. മല കയറുമ്പോഴും ശില്പത്തിന്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങളും പിന്നെ ക്ലേശങ്ങൾ തന്നെയാണ് എല്ലാം കൊണ്ടും. സാമ്പത്തികമായിട്ട് സ്വരൂപിക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടു. എങ്ങനെയാലും പിന്നെ ഇങ്ങനെ ഒരു ശില്പം ഈ മലയുടെ മുകളിൽ ഒരു നാരായണത്ത് ഭ്രാന്തന്റെ സ്മരണ ഉയർത്താൻ കഴിഞ്ഞാൽ വളരെയധികം പിന്നെ ഒരു അനുഭൂതിയാണ്. കുഞ്ഞുനാൾ മുതൽ തന്നെ ഈ ഭ്രാന്തന്റെ കഥകൾ കേട്ടിട്ടും പന്തിരൂലത്തിന്റെ കഥകളും കേട്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഞാൻ പെരിങ്ങോട് ഗണപതി മാഷ ശിഷ്യനായിട്ട് ശില്പകല പഠിച്ചതോടുകൂടെ എനിക്ക് ഈ കുന്നിന്റെ മുകളിലൊരു ശില്പം ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉദിച്ചു. അതിനു വേണ്ടിയിട്ട് ഞാൻ അന്നത്തെ തിരുമേനി അഷ്ടമൂർത്തി ഭട്ടതിരിപ്പാടിന്റെ അടുത്ത് പോയി അനുവാദം വാങ്ങി. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ ഈ പന്തിരുകുലമായിട്ടുള്ള ഒരു കഥ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കഥയാണ്. ജാതീയത മൂർച്ഛിച്ചു നിന്ന കാലത്ത് വളരെയധികം പീഡനങ്ങൾ മനുഷ്യ അനുഭവിച്ചിരുന്ന കാലത്താണ് പന്തിരുകുലം ഒരു നാനാജാതികളും ഒന്നാണെന്നുള്ള ഒരു ഇതായിട്ട് വരുന്നത്. അപ്പോ ഇന്നും അത് ജാതീയത പോയിട്ടൊന്നും, ജാതീയത സംഘടിച്ച് ഓരോ ജാതികളും സംഘടിച്ച് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് കാലത്തും ഇതിന് പന്തിരുകുലത്തിന്റെ പ്രസക്തി നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്റെ ചുറ്റുവട്ടത്ത് എനിക്ക് അന്ന് എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ഇതായിരുന്നു മലയുടെ മുകളിൽ ഈ നാരായണത്ത് ഭ്രാന്തന്റെ ശില്പം സ്ഥാപിക്കുക എന്നുള്ളത്. ഒരർത്ഥത്തിൽ ഒരു തിരസ്കൃത ഭൂപടത്തെ അല്ലെങ്കിൽ തിരസ്കൃത സംസ്കാരത്തെ പുനഃസ്ഥാപിക്കാനുള്ള വലിയ സാംസ്കാരിക പ്രവർത്തനം അതിന്റെ പിന്നിലുണ്ട്. ശരിക്കും 1500ഓളം കൊല്ലങ്ങളായിട്ട് ചരിത്രത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു കഥയെ അതിന്റെ മൂർത്ത സ്മാരകങ്ങളൊന്നുമില്ല, ഈ പ്രകൃതി സ്മാരകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഒരു മൂർത്ത സ്മാരകം ഉണ്ടാക്കാനുള്ള പ്രവർത്തനം എന്നുള്ളത് വളരെ ചരിത്രപരമായ ദൌത്യം തന്നെയാണ്. അപ്പൊ അതിൽ കുറെ തിരസ്കരണങ്ങളുണ്ടായി, കുറെ പീഡനങ്ങളുണ്ടായി, കുറെ അവഹേളനങ്ങളുണ്ടായി, ഭ്രാന്തനായി ചിത്രീകരിക്കപ്പെട്ടു. പക്ഷെ അതിനൊക്കെ ശേഷവും ഈ വെളിച്ചത്തിലേക്ക് എത്തി എന്നുള്ളത് സത്യമല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഭ്രാന്തനല്ലായിരുന്നു ഭ്രാന്ത്. ഭ്രാന്തന്മാരായിട്ടുള്ള സമൂഹത്തിന് ഭ്രാന്തില്ലാത്തൊരു മനുഷ്യൻ അകപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ആ ഭ്രാന്തന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി, സത്യദർശനം ഈ കല്ലുരുട്ടിയിട്ട് കാണിച്ചു. അതും അന്നത്തെ ജനങ്ങൾ അംഗീകരിച്ചില്ല. അന്ന് അതൊരു ഭ്രാന്തന്റെ ചെയ്തികളായിട്ട് കണക്കാക്കിയിട്ട് കളിയാക്കുക. തീർച്ചയായും ചരിത്രത്തിലെ ധിക്കാരിയുടെ കാതൽ എന്താണെന്നാണ് സുരേന്ദ്രകൃഷ്ണൻ നമ്മളോട് പറയുന്നത്.
ഈ നാട്ടിൻപുറത്തിന് മനസ്സിലാവാത്തൊരു കാര്യമായിരുന്നു അന്ന് സുരേന്ദ്രകൃഷ്ണൻ ചെയ്തത്. ഈ കുന്നുകയറി കഷ്ടപ്പെട്ട് സാമഗ്രികൾ ചുമന്നുകൊണ്ടുവന്ന് വെയിലും മഞ്ഞും മഴയുമേറ്റ് ക്ലേശിച്ച് പട്ടിണി കിടന്ന് സഹായിക്കാൻ ആളില്ലാതെ മറ്റുള്ളവരുടെ പരിഹാസം ഏറ്റുവാങ്ങി അദ്ദേഹം പണ്ട് ജ്ഞാനികളായ ഈ സത്യാന്വേഷകന്മാർ നടന്ന വഴിയിൽ വീണ്ടും പ്രബുദ്ധതയുടെ ഒരടയാളമുണ്ടാക്കുകയായിരുന്നു. സുരേന്ദ്രകൃഷ്ണന്റെ വരികൾ തന്നെയാണ് അവിടെ കുറിച്ചുവെക്കപ്പെട്ടിരിക്കുന്നത്. ഭ്രാന്ത് ഉള്ള മർത്യ സമൂഹത്തോട് ജീവിതഭ്രാന്തനെ കളിയാക്കി ചിരിക്കാൻ പ്രേരിപ്പിച്ച ആ ജ്ഞാനിയുടെ സത്യോദയം ഇവിടെ നിന്നാൽ നമുക്കറിയാൻ സാധിക്കും. തുലാമാസത്തിൽ 1-ാം തീയതി അനേകമായിരം ആളുകൾ കുന്നുകയറി വരും. അവർക്കതൊരു അനുഷ്ഠാനമാണ്, അവർക്കതൊരു കേവല ഭക്തിയുമാണ്. പക്ഷേ സുരേന്ദ്രകൃഷ്ണൻ കുന്നുകയറി വന്നത് കേവല ഭക്തിയിലല്ല, തന്നെ തിരഞ്ഞാണ്. തന്നെ തിരഞ്ഞ് തന്നെ കണ്ടെത്തുമ്പോൾ പ്രപഞ്ച സത്യം തിരിച്ചറിയാറാകും എന്ന ആ ബോധോദയത്തിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള ഈ നല്ല ശില്പി.